ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖമാണോ? സുഖമാണോ? എന്താ പറയണ്ടേ? എനിക്ക് സുഖമാണ്. സന്തോഷമാണോ? എന്താ പറയാ? എനിക്ക് സന്തോഷമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ വാക്കുകൾ പഠിച്ചു. ഓക്കെ, നമ്മൾ ഇനിയും വാക്കുകൾ പുതിയത് പഠിക്കും. പക്ഷെ നമുക്ക് ഈ ക്ലാസ് മുതൽ നമുക്ക് കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചില്ലേ, ആദ്യം കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് അക്ഷരങ്ങളുടെ സെറ്റായിട്ട് നമ്മൾ പഠിച്ചു. അതാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ? അതുപോലെ ഒരു സെറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ. കുറച്ച് അക്ഷരങ്ങൾ അധികമുണ്ട് അല്ലേ? കുറച്ച് അധികം അക്ഷരങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമ്മള് കുറച്ച് അധികം ക്ലാസ്സുകളായിട്ട് നമ്മളത് പഠിച്ചു. ഈ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളെ ഈ അക്ഷരങ്ങളും വാക്കുകളൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവില്ല. ടീച്ചർ പറയാം, ടെൻഷൻ അടിക്കണ്ട. ഇത് പഠിപ്പിക്കാൻ പോകുന്നത് ആകെ 5 അക്ഷരങ്ങൾ, 5 എണ്ണേ ഉള്ളൂ. 5 എണ്ണം മാത്രം. എളുപ്പമാണ്. ശ്രദ്ധിച്ചിരുന്നാലോ? പഠിക്കാം. ഓക്കെ ആണോ? പഠിക്കാൻ റെഡിയാണോ? പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കാം, ചില്ലുകൾ. എന്താണ്? ചില്ലുകൾ എന്ന് പറഞ്ഞേ. ചില്ലുകൾ. ചില്ലുകൾ ആണ് നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. എന്താ ഈ ചില്ലുകൾ അല്ലേ? ആദ്യം ചില്ലുകൾ പഠിക്കാം. എന്നിട്ട് എന്താണ് ചില്ലുകൾ എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ചില്ലുകൾ ഏതൊക്കെയാണ്? 5 എണ്ണം എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ഒറ്റ ക്ലാസ്സിൽ തന്നെ 5 എണ്ണവും പഠിപ്പിച്ച് എല്ലാം തീർത്ത് അല്ലേ? നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണ്ടല്ലോ. കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി അല്ലേ? എല്ലാം കൂടെ പഠിപ്പിച്ച് എല്ലാം കൂടെ പഠിച്ച് ഇനി ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കണ്ട. നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? പാഠപുസ്തകങ്ങളിൽ നിന്നാകാം, ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളിലെ കാഴ്ചകൾ കണ്ടിട്ടാകാം അല്ലേ? കേട്ടുകൊണ്ടാകാം. എന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ അറിയുന്നില്ലേ? കണ്ണുകൊണ്ട്, ചെവി കൊണ്ട് അല്ലേ? കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അല്ലേ? ഒക്കെ നമ്മൾ പല പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മുടെ അറിവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഓക്കെ ആണോ? പറ യെസ്. പറഞ്ഞേ യെസ്. നോക്കിക്കോ, ചില്ലുകൾ. ഈ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ചില്ലുകൾ. ഇത് പഠിച്ചിട്ടുണ്ടോ? ഇതേതക്ഷരം? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഇതേതാണ്? റ അല്ലേ? കണ്ടോ? മനസ്സിലായോ? ടീച്ചർ ഒന്നും കൂടെ എഴുതാം. കണ്ടോ? എളുപ്പല്ലേ? എഴുതാനായിട്ട് എളുപ്പമല്ലേ അല്ലേ? നമ്മള് റാ പഠിച്ചു, കൈ എടുക്കരുത്, ഇങ്ങനെ എഴുതി.
എന്താ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? നമ്മൾ പഠിച്ചതിനോട് ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. കൈ എടുക്കരുതിട്ടാ, കണ്ട, അത്രേ ഉള്ളൂ. ഇതെന്താ പറയണെന്നറിയോ? ഈ ചില്ലിനെ എന്താ പറയണെന്നറിയോ? ചില്ലുകളിൽ ഒന്നാമത്തേതാണിത്, ആദ്യത്തേത്. എന്താ പറയാ? പറഞ്ഞ മനസ്സിലാവോ? എന്താ പറയാ? പറയട്ടെ. എന്താണ്? പറഞ്ഞേ. ഓക്കെ അല്ലേ? അല്ല, ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മള് സ്വരാക്ഷരത്തിൽ ഒരു അക്ഷരം പഠിച്ചു, അതല്ല ഇത്. മനസ്സിലായോ? ആ ഉച്ചാരണമല്ല ഇവിടെ. നമുക്ക് സാമ്യം പോലെ തോന്നും, പക്ഷെ ആ ഉച്ചാരണമല്ല ഇവിടെ വരുന്നത്. അത് ഒരു മിനിറ്റ്. ഇത് എന്നാ പറയണേ, മനസ്സിലായോ? ഇത് പറഞ്ഞേ. പറഞ്ഞേ. എങ്ങനെ എഴുതുക? എന്ന് പറഞ്ഞേ. കിട്ടിയാ? കിട്ടിയില്ലേ? അപ്പൊ ചില്ലുകൾ നമ്മൾ പഠിച്ചു തുടങ്ങി. അതില് ആദ്യം പഠിച്ചത് നമ്മൾ റാ എഴുതുന്നു, കൈ എടുക്കരുത്, അങ്ങനെ മേലോട്ട്. എന്താണ്? ഇനി ഇതെങ്ങനെയാ ടീച്ചറെ? ഞങ്ങൾക്ക് റാ പറയുമ്പോഴും 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 ഒക്കെ കൺഫ്യൂഷൻ വരണുണ്ട്. ഞങ്ങൾ എങ്ങനെയാ അത് ഇതില് വാക്കുകള് പറയേണ്ടി വരിക അല്ലെ, എഴുതേണ്ടി വരിക? കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? നമുക്ക് നോക്കിയാലോ വാക്കുകൾ എങ്ങനെയാണെന്നുള്ളത്. എന്ന ചില്ല് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചേർത്ത് നമുക്കിത് എഴുതി നോക്കാം. ഓക്കെ, ഇതേതാണ്? എന്ന് പറഞ്ഞേ. നമുക്ക് ഇതൊരു വാക്കിലേക്ക് പോയാലോ? വാക്ക് പഠിച്ചാലോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ടീച്ചർ പറഞ്ഞു ഓരോ ക്ലാസ്സിലും കുറച്ച് കൂടുതലായി നമ്മൾ പഠിച്ചു വരികയാണ്. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട, പക്ഷെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധ മാറിപ്പോയാൽ എല്ലാം കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതേതാണ് അക്ഷരം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? ആ. ഏതാണ് അക്ഷരം? ആ. ഇതേതാ അക്ഷരം? വ അല്ലേ? വ. എന്താണ്? വ. നമ്മൾ പഠിച്ച ഈ ചില്ല് ഏതാണ്? ഈ ചില്ല് ഏതാണ്? എന്താണ്? ഈ ചില്ല് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുകയാണ്. ഉണ്ടാ? ഈ ചില്ല് നമ്മൾ ഇവിടെ എഴുതുകയാണ്. കിട്ടിയാ? അപ്പൊ അതെന്തായി? കൂട്ടി വായിക്കുമ്പോ ആ വ ആ വ അവർ എന്ന് പറഞ്ഞേ. അവർ. എന്താ നമ്മൾ പറയില്ലേ? അവർ അവിടെയുണ്ട്, അവർ പോയി, അവർ
അല്ലേ? കുറച്ചധികം പേര് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അല്ലേ? കുറച്ചധികം പേര്, ഒരാളാണെങ്കിൽ എന്ത് പറയും? അവൻ പോയി, അവൾ പോയി എന്ന് പറയും. കുറച്ച് 1 2 3 4 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ. ഉണ്ടാ? അവർ പോയി, അവർ വന്നു, അവർ വരും, അല്ലേ? ഇതാണ് അവർ. ഓക്കെ. ആ വ ഇർ. കുറച്ചധികം പേരുള്ളപ്പോ നമ്മൾ പറയുന്നതാണ് അവർ. ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചേ. ആ വ ഇർ. അവർ. കിട്ടിയോ? അവർ. ഓക്കെ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലേ? ഇതൊന്ന് പറഞ്ഞേ, ഈ അക്ഷരം ഇർ. എന്താണ്? ഇർ. അപ്പൊ ചില്ലുകൾ എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. അതിലെ ആദ്യം പഠിച്ച അക്ഷരാണ് എന്ത്? ഇർ. ആദ്യം പഠിച്ചതാണ് ഇർ. കണ്ടോ? അതുപയോഗിച്ച് നമ്മളൊരു വാക്ക് ഉണ്ടാക്കി. ആ വ ഇർ. അവർ. ഒന്ന് വായിച്ചേ. ആ വ ഇർ. അവർ. മനസ്സിലായോ? ഓക്കെ. അടുത്ത വാക്ക് ഇതേതാണ് ഈ അക്ഷരം? ഈ, അല്ലേ? ഈ. അതാണ് ഈ അക്ഷരം. ഈ. ഇതേതാണ്? പറ. വ. എന്താണ്? വ. അപ്പൊ ഈ വ. ഇവ. നമ്മളിവിടെ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? യെസ്, ഈ ചില്ലാണ് നമ്മളിവിടെ എഴുതുന്നത്. ഏതാണ്? ഇർ. എന്താ? ഈ വ ഇർ. കൂട്ടിച്ചേർക്കുമ്പോ ഇവർ എന്ന് പറഞ്ഞേ. ഈ വ ഇർ. ഇവർ. പറഞ്ഞേ. ഇവർ. മനസ്സിലായോ? അപ്പോ അവർ, ഇവർ. ഇവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. ഒരാളല്ല, 2 3 പേര് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയാ? അവരെല്ലാവരെയും കൂടെ ചേർത്ത് എന്താ പറയാ? ഇവർ. ഇവർ ഇന്നലെ വന്നു. ഇവർ ഇന്നലെ അവിടെ പോയിരുന്നു. ഇവർ എന്നോട് പറഞ്ഞു. ഇവർ ഭക്ഷണം കഴിച്ചു. കണ്ടോ? അപ്പൊ അവർ, ഇവർ. മനസ്സിലായോ? കിട്ടിയോ? അവർ കുറച്ച് ദൂരെ ഉള്ളവരവര് ദൂരെ നിൽക്കുകയാണ്, അല്ലെ? നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്. കുറച്ച് പേര്, അല്ലെ? അപ്പൊ നമ്മൾ അവരെന്ത് പറയും? അവർ. നമ്മുടെ അടുത്ത് കുറച്ച് പേര് നിൽക്കുകയാണ്, അപ്പൊ എന്താ പറയാ? ഇവർ. ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് ഓരോ പേര് പറയുന്നതിന് പകരം ഒറ്റയ്ക്കൊരു വാക്കായിട്ട് പറയാണ്. എന്താണ്? ഇവർ. മനസ്സിലായോ? അവർ, ഇവർ. മനസ്സിലായോ? നമ്മുടെ 1 2 3 4 കൂട്ടുകാര് കുറച്ച് നീങ്ങി നിൽക്കുകയാണ് നമ്മുടെ അടുത്തുനിന്ന്. അപ്പൊ എന്താ പറയാ? അവർ അവിടെ നിൽക്കുന്നു. ഇനി കൂട്ടുകാര് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവർ എന്റെ അടുത്ത് നിൽക്കുന്നു. കണ്ടോ? അവർ, ഇവർ. കിട്ടിയോ? ഓക്കെ. അപ്പൊ ചില്ലുകളില് ആദ്യത്തെ വാക്ക് പഠിച്ചു, രണ്ടാമത്തെ വാക്ക് പഠിച്ചു. ഒരു വാക്കും കൂടെ നമുക്ക് പഠിക്കാം. ഇതേതാണ് അക്ഷരം? പറ. പ. പ. ഇതേതാണ്? പറ. വ. പ, വ. ഇനി എന്തായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്? ഇർ. അല്ലേ? ഇർ.
അപ്പൊ എന്തായി? പ വ ഇർ. എന്താണ്? പവർ എന്ന് പറഞ്ഞേ. പവർ പറഞ്ഞേ. പവർ ശക്തി അല്ലേ? പവർ, ഒരു പവർ അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയോടെ അല്ലേ? ശക്തി. ഇതാണ് പവർ. പവർ. അപ്പൊ 3 വാക്ക് നമ്മൾ പഠിച്ചു. അവർ, ഇവർ, പവർ. ഇതേതാണ് ചില്ല്? ഇർ. എന്താണ്? ഇർ. മറക്കരുത് ട്ടാ. അത് ആ ചില്ല് പഠിച്ചത് മാറിപ്പോകാതിരിക്കാൻ, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ടീച്ചർ അതിൻ്റെ ഒപ്പം വാക്കുകൾ പഠിപ്പിച്ചത്. ഓക്കെ. ടീച്ചർ ആദ്യം എന്താ ചെയ്തേ? അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? പിന്നെയാണ് വാക്കുകൾ പഠിപ്പിച്ചത്. ഇതങ്ങനെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഓരോരോ ചില്ലുകൾ പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വാക്കുകൾ പറയുന്നത്. മനസ്സിലായോ? അവർ, ഇവർ, പവർ. ആ ചില്ല് ഏതാണ്, എങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചില്ലും അതിൻ്റെ ഒപ്പം തന്നെ ഈ വാക്കുകളും ടീച്ചർ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോ ഈ ചില്ല് എവിടെ കണ്ടാലും നിങ്ങൾ എന്താ പറയണ്ടേ? ഇങ്ങനെ ഒരു ചില്ല് എവിടെ കണ്ടാലും എന്താ പറയേണ്ടത്? ഏതാന്ന് പറയണ്ടേ? ഏത് ചില്ലാണ്? ഇർ. എന്താണ്? ഇർ എന്ന് പറഞ്ഞേ. ഇർ. ഇർ. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. മാറിപ്പോകരുത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. 15 മിനിറ്റ് നന്നായിട്ട് വായിക്കാനും എഴുതാനും സമയം കണ്ടെത്തണം മലയാളത്തിന് വേണ്ടി. ഓക്കെ. ശുഭദിനം.